ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാനൊരു ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ എങ്ങനെ നമുക്ക് ഞണ്ട് റോസ്റ്റ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു 4 സബോള എടുത്ത് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ 2 തക്കാളി അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു 3 തണ്ട് കറിവേപ്പില, ഒരു 6 പച്ചമുളക് അരിഞ്ഞെടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും അതുപോലെ തന്നെ കുറച്ച് വെളുത്തുള്ളിയും ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഞണ്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കഴുകിയെടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ചട്ടി ചൂടായിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിലോട്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിപ്പോൾ വെളിച്ചെണ്ണയിലാണ് കുക്ക് ചെയ്യുന്നത്, നിങ്ങൾക്ക് ഓയിലാണെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. ചട്ടിയിൽ എണ്ണ ചൂടാക്കി കഴിഞ്ഞാൽ നമുക്ക് അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന സബോള ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ വളരെ ചെറിയ സബോള കാരണം 4 സബോള എടുത്തപ്പോൾ നിങ്ങൾക്ക് ഗ്രേവിയുടെ ക്വാണ്ടിറ്റി കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് നമുക്ക് സബോള 1 or 2 ഒക്കെ കൂട്ടിയെടുക്കാം കേട്ടോ. ഇപ്പോൾ സബോള ചെറുതായിട്ടൊന്ന് വാടിയപ്പോൾ ഞാൻ അതിലോട്ട് ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും ഇട്ട് കൊടുത്തു കേട്ടോ. ഇത് നല്ലതുപോലെ വാടിയതിന് ശേഷം നമുക്ക് അതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ സബോള വാടാനായിട്ട് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോ എൻ്റെ കയ്യിൽ നിന്ന് എങ്ങനെയോ ഡിലീറ്റ് ആയി പോയിട്ടോ. അപ്പോൾ അത് കാരണം എനിക്കത് ആഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അതേ സബോളയും പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട്. നമുക്ക് ഇനി അതിലോട്ട് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ 2 തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. തക്കാളി നല്ലതുപോലെ വാടിയതിന് ശേഷം നമുക്കിനി ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. തക്കാളി നല്ലതുപോലെ വാടി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുത്ത് 2 മിനിറ്റ് ഒന്ന് വാട്ടിയതിന് ശേഷം നമുക്കതിലോട്ട് ബാക്കി ചേരുവകൾ ചേർത്ത് കൊടുക്കാം. ഞാൻ ഇതിലോട്ട് കുറച്ച് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ മല്ലിപ്പൊടിയുടെയും മഞ്ഞൾപ്പൊടിയുടെയും പച്ചമണം ഒന്ന് മാറുന്നത് വരെ നല്ലതുപോലെ വഴറ്റി കൊടുക്കുക. അതിന് ശേഷമാണ് ഞാൻ മുളക് പൊടി ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ അതൊന്ന് നല്ലതുപോലെ പച്ചമണം മാറുന്നത് വരെ നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. ഇപ്പോൾ മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഏകദേശം മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് 1 സ്പൂൺ മുളക് പൊടി ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പിള്ളേരുള്ളത് കാരണം മുളക് പൊടി വളരെ കുറഞ്ഞ ക്വാണ്ടിറ്റിയിലാണ് ഇട്ട് കൊടുക്കുന്നത്, അവർക്കും കഴിക്കേണ്ടതല്ലേ എന്ന് വെച്ചിട്ട്. അപ്പോൾ മുളക് പൊടി നല്ലതുപോലെ മൂക്കുന്നത് വരെ വെയിറ്റ് ചെയ്യാം. പിന്നെ നമ്മൾ 6 പച്ചമുളക് ചേർത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിൻ്റെ എരിവൊക്കെ ഉണ്ടാവും. അത് കാരണമാണ് ഇത്രയും കുറഞ്ഞ ക്വാണ്ടിറ്റിയിൽ മുളക് പൊടി ചേർത്തത് കേട്ടോ. ഇനി നമുക്കിതിലോട്ട് നമ്മൾ പൊടിച്ച് വെച്ചിരിക്കുന്ന ഗരം മസാല ചേർത്ത് കൊടുക്കാം. ഗരം മസാല ചേർത്ത് നല്ലപോലെ വഴറ്റിയതിന് ശേഷം നമുക്കതിലോട്ട് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഞണ്ട് ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പോൾ 2 മിനിറ്റ് ഗരം മസാലയൊക്കെ ഒന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ അത് മൂത്ത് വന്നിട്ടുണ്ട്. നമുക്ക് ഇനി ഇതിലോട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഞണ്ടിട്ട് കൊടുക്കാം. ഞണ്ടിട്ട് കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലതുപോലെ ഒന്ന് ഇത് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് മൂടി വയ്ക്കാം കേട്ടോ. ഞണ്ടിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലതുപോലെ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് 1 ഗ്ലാസ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി. പിന്നെ ഞണ്ടിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങിക്കോളും. ഇപ്പം ഞണ്ടിൽ ഒരുപാട് വെള്ളമുള്ളതാണ്. അപ്പം ഇത് നല്ലതുപോലെ വെള്ളം ഒഴിച്ച് കൊടുത്തതിന് ശേഷം മിക്സ് ചെയ്തിട്ട് നമുക്കൊന്ന് മൂടി വെച്ച് വേവിക്കാം കേട്ടോ. ഞണ്ട് കുറച്ച് നേരം മൂടി വെച്ച് വേവിച്ച് അതായത് തുറന്ന് നോക്കിയപ്പോൾ അത് നല്ലതുപോലെ വെള്ളം ഉണ്ട് കേട്ടോ. അപ്പം ഞണ്ടിൽ നിന്നൊക്കെ നല്ലതുപോലെ വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. അപ്പം ഇനിയിപ്പോൾ ഇതൊന്ന് നമുക്ക് വറ്റിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ ഈ ചാറോട് കൂടെ വേണമെന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം. അപ്പോൾ നല്ല റോസ്റ്റ് പോലെ വെള്ളമൊക്കെ വറ്റിച്ചിട്ട് എടുക്കണം എന്നുള്ളവർക്ക് അങ്ങനെയും ചെയ്യാം കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചുകൂടെ വെള്ളം വറ്റിച്ചിട്ടാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് നല്ലതുപോലെ വെള്ളം വറ്റിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഞണ്ട് റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൺ എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കൂ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.